ഗ്ലിൻഡർവാർഡും ലൗട്ടർ ബേണും. എനിക്കെന്റെ വായലത് വരൂല. പുതിയൊരു കളി സ്വിറ്റ്സർലാൻഡിലെ കോട്ടിക്കളി. കനോൺ വാക്ക് ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു. പേരൊക്കെ നല്ല തന്നെ പോയിട്ടാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെർനസർ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു സ്ഥലത്താണ് നിന്നിട്ടുള്ളത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ക്യാമ്പർ വാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. കുറേ വാൻസ് ഒക്കെ ഉണ്ട്. കുറേ പേരൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ട് പോയി. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. എന്താ ആംബിയൻസ്. സ്വിറ്റ്സർലാൻഡിൽ ഇന്നത്തെ 3ാമത്തെ ദിവസമാണ്. 3 രാത്രിയും നല്ല പെരുമഴയായിരുന്നു. നല്ല രാത്രി മഴ പെയ്തപ്പോൾ നമ്മൾ ശരിക്കും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ നമുക്ക് നടന്നില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ എവിടേക്കാ കാക്കൂ ഇന്ന് രാവിലത്തെ പോക്ക്? നമ്മൾ ഇന്നലെ മിസ്സാക്കില്ല ഒരു കാനിയോൺ വാക്ക്. ഓക്കെ, കാനിയോൺ വാക്ക് അത് ചെയ്യാം. എന്നിട്ട് അവിടെ ഗ്ലിൻഡർവാർഡും ലൗട്ടർ ബേണും നിന്നിട്ട് അവിടെ നിൽക്കാന്ന പ്ലാന്. പക്ഷെ അവിടെ ഇന്ന് ക്യാമ്പ് സൈറ്റ് എല്ലാം ബുക്കടാ. നമുക്ക് ക്യാമ്പ് സൈറ്റ് കിട്ടിയിട്ടില്ല. ഗ്ലിൻഡർവാർഡും ലൗട്ടർ ബേണൊന്നും പിന്നെ വൈൽഡ് ക്യാമ്പിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ക്യാമ്പിംഗ് സൈറ്റൊക്കെ ഫുള്ളി ബുക്ക്ഡാണ്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് അറിയില്ല. നമ്മൾ ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോവുമല്ല. നമുക്ക് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ പറ്റാവുന്ന സ്ഥലങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ട് എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നമ്മൾ അങ്ങോട്ട് എവിടെയാണ് എത്തുന്നത് അവിടെ നമ്മൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഏതെങ്കിലും വൈൽഡ് ക്യാമ്പിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കറക്റ്റ് ഇങ്ങനെ പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോവുമല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലിൻഡർവാർഡും ലൗട്ടർ ബേണും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ബ്യൂട്ടിഫുൾ വില്ലേജാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു ഒച്ചാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ പോണ കാണാൻ. അപ്പോൾ ഇത് നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മൾ ഇന്നത്തെ നൈബറാണ് കേട്ടോ. അവരും ആദമും കൂടി ഭയങ്കര ഫുട്ബോൾ കളിയാണ്. ഇവർ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന രാജ്യമായിട്ടുള്ള സ്പെയിനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ കളി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്പെയിനിൽ നിന്ന് അവർ ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ റെൻ്റ് കാറൊക്കെ എടുത്തിട്ട് ക്യാമ്പർ വാൻ എടുത്തിട്ട് അവരിങ്ങനെ കറങ്ങണം. എന്താ പറയുക, ഇറ്റലി, ജർമ്മനി അങ്ങനെ കറങ്ങണം. അപ്പോൾ അവർ ചെറിയൊരു മോനാണ്. അപ്പോൾ ഇവർ സ്പെയിനിൽ നിന്നാണ്, നമ്മൾ UAE നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് UAE പറ്റി ഭയങ്കര എന്താ പറയുക, ഭയങ്കര സംഭവം. ദുബായിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാക്കുവാണെങ്കിലും അതുപോലെ തന്നെ അയാളൊരു ഫുട്ബോൾ പ്രാന്തനാണ്. കാക്കു അതുപോലെ തന്നെ ഫുട്ബോൾ പ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി ആകെ ഫുട്ബോളിനെ കുറിച്ചിട്ട് പറഞ്ഞ് മതി പറഞ്ഞ കുറേ നേരമായി. ഇവർ ഭയങ്കരമായിട്ട് വാചാലനായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആൾക്കാർ. അപ്പോൾ ഇതാണ് ഈ ക്യാമ്പിംഗ് സൈറ്റിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് പുറപ്പെടുകയാണ്. നമ്മളിനി ഫസ്റ്റ് നേരെ പോകുന്നത് കനോൺ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. സ്വിറ്റ്സർലാൻഡിൽ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്വിറ്റ്സർലാൻഡിൽ വരുന്നവർ എന്തായാലും പോവേണ്ടതായിട്ടുള്ളൊരു പ്ലേസ് തന്നെ കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. 2 സൈഡിലും പച്ചപ്പും മലകളൊക്കെ നിറഞ്ഞിട്ട് അടിപൊളി വെതറുമാണ് എന്നിട്ടെന്ന്. അപ്പോൾ എന്തായാലും കനോൺ വാക്കിൽ പോയി നോക്കാം. അങ്ങനെ നമ്മുടെ വാൻ ലൈഫ് ഇൻ യൂറോപ്പിലെ 9ാമത്തെ ദിവസമാണെന്ന്. എത്ര പെട്ടെന്നാണെന്നറിയോ 9 ദിവസം കടന്നുപോയത്. അപ്പോൾ നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓസ്ട്രിയ, ജർമ്മനി, ലിച്ചസ്റ്റൈൻ ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടുള്ള കാനിയോൺ വാക്ക് കാണാനാണ് പോകുന്നത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വഴിയെ പറയാം. അപ്പം നമ്മളിവിടെ എത്തി. ഓൾമോസ്റ്റ് നമ്മുടെ ക്യാമ്പർ വാൻ അവിടെ പാർക്ക് ചെയ്തു. അപ്പം ക്യാമ്പർ വാനിൽ വരുന്നവർക്ക് നല്ല ദൂരമാണ് പാർക്കിംഗ് കിട്ടുക. അപ്പോൾ ട്രെയിനിന് വരുന്നവർക്ക് വരുന്ന ട്രെയിനാണത് കേട്ടോ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. ഇത് ഒരു ആരെന്ന് പറഞ്ഞൊരു റിവർ ഒരു 50 മീറ്ററോളം ഉയരമുള്ള 2 ക്ലിഫിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു ചെറിയൊരു ഹൈക്കിംഗ് ട്രെയിൽ പോലെ ഒരു വാക്ക് വേണം. അപ്പോൾ നമുക്ക് ഈ റിവറും ആ ക്ലിഫും ഒക്കെ നല്ല വ്യൂ കിട്ടും. അത് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള. ഈ ഏരിയ മൊത്തത്തിൽ ഇവിടെ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. കുറേ വാട്ടർഫോൾസും ബ്യൂട്ടിഫുൾ വില്ലേജസ് ഒക്കെ ആയിട്ട്
അങ്ങനത്തെ ഒരു റീജിയനാണ്. മക്കളെവിടെ? ഇവിടെ എല്ലാ വാട്ടർഫോൾസിൽ കയറണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. പറഞ്ഞില്ലേ നമ്മൾ ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ പോയത് ഈ റോഡിന്. ഇന്നലെ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത്. നമുക്ക് ഈ ബ്ലൂ ട്രെയിൽ എടുക്കാം. ഓക്കെ, ബ്ലൂ ട്രെയിൽ എടുത്താൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹൈക്കിംഗ് ട്രെയിലാണ്. ഇവിടെ വേറൊരു ട്രെയിലുണ്ട്, ഇത് നല്ല ഭംഗിയുള്ള ട്രെയിലാണ്. പക്ഷേ ഇത് ഹൈക്ക് ചെയ്തിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആൾമോസ്റ്റ് 45 മിനിറ്റ്സ് എടുക്കും. ഇതാണെങ്കിൽ ബ്ലൂ ആണെങ്കിൽ 8 മിനിറ്റ്സ് വാക്ക്. ഓക്കെ മതി. 8 മിനിറ്റ്സ് ആവില്ല, 8 മിനിറ്റ്സിന് കൂടുതൽ. 8 മിനിറ്റ്സ് ഈ പോയിന്റ് ഈ പോയിന്റ് ഓക്കെ. ഒരു പ്രത്യേക തണുപ്പും വേറൊരു ഫീലും ഇവിടെ എത്തിയപ്പോ തന്നെ. ഈ റിവറിന് എന്താ കാക്കു ഒരു വെള്ള കളറ് പാല് വെച്ച മാതിരി? ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ ഭയങ്കര തണുപ്പ്. സെറ്ററൊക്കെ എടുത്താൽ മതിയായിരുന്നു. എങ്ങനെയുണ്ട്? പെട്ടെന്ന് തണുപ്പ് മാറിയില്ലേ? ഇത് ശരിക്കും മാഷാഅല്ലാ. ഇതൊന്നും അല്ല തോന്നുന്നു. എന്തൊരു തണുപ്പുറപ്പ്. ശരിക്കും എക്സ്ട്രീം അഡ്വഞ്ചറാണ് കേട്ടോ. ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം പോവാൻ. അപ്പോൾ ഈ കാനോൺ വാക്കിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1000ഓളം വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞുരുകി വന്നിട്ടുള്ള വെള്ളം ഈ ഒരു ലൈം സ്റ്റോണിലൂടെ ഒഴുകി വന്നിട്ടാണ് ഈ ഒരു കാനോൺ വാക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഈ 2 സൈഡിലുള്ള മലകൾക്ക് 50 മീറ്റർ ഉയരമുണ്ട്. ഈ 50 മീറ്റർ ഉയരമുള്ള ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു കാനോൺ വാക്ക് ഒഴുകി വരുന്നത്. ഒരു പ്രത്യേക സൗണ്ട്, അതുപോലെ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗി കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഈ വാക്കിൻ്റെ ഇടയിൽ കൂടെ ഈ ഒഴുകി വരുന്ന ഈ റിവർ ആരോ റിവറാണ്. ആരോ എന്ന് പറഞ്ഞിട്ടുള്ള റിവറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ ഒരു പ്രത്യേക തണുപ്പും ഭയങ്കര ഒരു കൂളായ പോലെ. 125 years ആയിട്ട് ഇതുവരെ പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടാണ് ഇത്രയുള്ളത്. പക്ഷേ അന്ന് തൊട്ടിട്ട് ഇത് ഈ പഴയ മെത്തേഡ് ആർക്കിടെക്ചർ വെച്ചിട്ട് തന്നെയാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഈ പാലം ഇത് അത്ര ഡേഞ്ചർ ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. പുതിയ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവർക്ക് ഈ പാലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ അത് എഴുതി വെച്ചിട്ടുള്ളത്. എന്തായാലും കാനോൺ വാക്ക് വല്ലാത്തൊരു ഫീൽ കിട്ടും. ഈ ഒരു കാനോൺ വാക്കിന് ശരിക്കും 2 സൈഡിലും എൻട്രി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു എൻട്രിയിൽ നിന്ന് കയറിയിട്ട് മറ്റേ എക്സിറ്റിൽ പോയിട്ട് ഇറങ്ങും. അവിടെ നിന്ന് ശരിക്കും നമുക്കിതിങ്ങനെ വാക്ക് ചെയ്ത് പോകണമെന്നില്ല. വാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഏകദേശം 45 മിനിറ്റാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് പറയുന്നത്. നമ്മൾ നടക്കുന്നതിനനുസരിച്ച് എന്താ പറയുക, അതിൻ്റെ ടൈമൊക്കെ കൂടുകയും കുറേയൊക്കെ ചെയ്യും. അപ്പം ഇതിൽ ഈ ഒരു ക്ലിഫ് ഭയങ്കര നേരോ വാക്കാണ്, നേരോ ക്ലിഫാണ്. സത്യം പറഞ്ഞത് ഇതിലേക്ക് വെള്ളത്തിനും ഭയങ്കര ഫോഴ്സാണ്. ഈ പോകുന്നതൊക്കെ എന്താ പറയുക, ഈ നമ്മൾ നടക്കുന്ന ഈ ഒരു ക്ലിഫിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററാണ്. അതുപോലെ വീതി 30 മീറ്ററാണ്. ഭയങ്കര നേരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് 1 മീറ്റർ വരെ ഇതിൻ്റെ ഒരു വീതി ഉണ്ട് എന്നാണ് പറയുന്നത്.
നല്ല കോൾഡാണ്, പുറത്തുള്ള പോലെയല്ല. അതൊക്കെ ആകെ നല്ല തണുപ്പാണ്, പറയാൻ വയ്യ. പിള്ളേർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും തണുപ്പാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു പ്രോപ്പർ ഡ്രസ്സ് കോസ്റ്റ്യൂമൊന്നും ഇട്ടിട്ടുമില്ല നമ്മൾ. ശരിക്കും ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ വരുന്നോണ്ടാണെന്നാ പറഞ്ഞത് കേട്ടോ. നോക്ക്, ഇവരെ വിശ്വാസപ്രകാരം ലവ് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതിമേ ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ അവര് ഇതായി പോവില്ലെന്ന്, ആ ഒരു എന്താ പറയുക, കപ്പിൾസ് പിന്നെ ഒരിക്കലും പിരിഞ്ഞു പോവില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ടീംസ് വരെ ഹേർട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സംഭവം ഞാൻ ദുബായിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് നല്ല എക്സ്ട്രീം അഡ്വഞ്ചർ തന്നെയാണ്. ഇത്ര എക്സ്ട്രീം ട്രക്കിങ് താല്പര്യപ്പെടാത്തവർ, ചെയ്യാൻ പറ്റാത്തവർക്ക് ട്രെയിനിന് പോയിട്ട്, നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ ഒരു ട്രെയിൻ, ആ ട്രെയിനിന് പോയിട്ട് അവിടെ ഇറങ്ങുകയും ചെയ്യും, അതേ ട്രെയിനിന് തിരിച്ചു പോരുകയും ചെയ്യും. പക്ഷേ നമ്മൾ കനോൺ വാക്കിൻ്റെ ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലിഫിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു നടത്താണ്. വന്ന് ലാസ്റ്റ് നമുക്ക് കിട്ടിയൊരു വ്യൂ പോയിന്റ് ആണ്. മാഷാ അല്ലാഹ്, ഇതിൽ എത്രത്തോളം എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അടിപൊളി സ്ഥലമാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്യാവശ്യം നടക്കാനുണ്ട്, പക്ഷെ ഭയങ്കര ഹൈക്കിംഗ് സ്പോട്ടൊന്നുമല്ല, എന്നാലും ഒരു 1 hour വലിയ ഒരു മീഡിയം ഹൈക്കിംഗ് ആയിട്ട് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു കോഫി കുടിക്കാം, തിരിച്ച് നമുക്ക് ഇവിടുന്ന് ട്രെയിനിൽ പോവാം. ഇതാണ് നമ്മൾ പോന്നിട്ടുള്ള ഈ ഒരു സ്പോട്ട്. നമ്മളിതാ ഈ ഒരു ഇവിടെ നിന്നാണ് നമ്മൾ നടന്നു തുടങ്ങിയത്. നമ്മളിവിടെ വരെ നടന്നു. കുറേ ഹൈക്കിംഗ് സ്പോട്ടും കൂടി ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. തിരിച്ച് നമ്മൾ ട്രെയിനിൽ നമ്മൾ താഴേക്ക് ട്രക്കിംഗ് ഒന്നും കൂടി നടക്കുകയാണ് താഴേക്ക്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിനാണ് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. ഏകദേശം ഒരു 1 hour നടന്നില്ല നമ്മൾ. 1 hour നടന്ന 45 minutes. അത്യാവശ്യം നല്ല ട്രക്കിംഗ് ആയിരുന്നു. അപ്പം ഇനി നമ്മൾ തിരിച്ചതുപോലെ കയറുന്നേക്കും നല്ലത് ഒന്നും കൂടി കുറച്ചും കൂടി താഴേക്ക് പോയി കുറച്ച് നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ ഒന്ന് കണ്ട് ട്രെയിനിന് തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വാവ് മാഷാ അല്ലാഹ്. ഈ കനോൺ വാക്ക് എങ്ങാനും നമ്മൾ ഇന്നലെ നമുക്ക് ടൈം കിട്ടിയില്ല വരാൻ. അപ്പോൾ ഇനി വേണോ വേണ്ടെന്നുള്ളൊരു ഇതിലിങ്ങനെ വരുമായിരുന്നു, പക്ഷെ വന്നിട്ടില്ലെങ്കിൽ ആകെ മിസ്സായിരുന്നു. അത്രയും ആൾക്കാർ ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ട്രെയിൻ സ്റ്റേഷൻ. എന്തായാലും ഒരു പാറയുടെ ഉള്ളിലൊരു ട്രെയിൻ സ്റ്റേഷൻ.
അങ്ങനെ ഈ ട്രെയിന് കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തിയത് നമ്മുടെ ക്യാമ്പർമാൻ്റെ നേരെ അവിടെയാണ്. അപ്പം ഇനി നേരെ വണ്ടിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലേ ഡീസലടിക്കാൻ വരുന്നത്? ഒരെണ്ണം അടിച്ചിട്ടുണ്ടാവും. മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലാണ് സ്വിറ്റ്സർലാൻഡ്. എല്ലായിടത്തും പ്രൈസ് നല്ല കൂടുതലാണ്. ഇവിടെ എത്ര പ്രൈസ്? ഇവിടെ 1.90 ഉണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിൽ അടിച്ചത് നമ്മൾ 1.60 1.58 അടിച്ചിട്ടുണ്ടാവും. പെട്രോൾ സ്റ്റേഷനിൽ ഒരാളും ഇല്ല തോന്നുന്നു. അപ്പോൾ ഇവിടെ എവിടെ പൈസ അടക്കുക? എല്ലായിടത്തും ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള കളികളാണെന്ന് തോന്നുന്നത്. ഈ ഒരു പെട്രോൾ സ്റ്റേഷനിൽ ഇപ്പോൾ കാക്കു ഇവിടുന്ന് പെട്രോൾ അടിച്ച് ഈ ഡോറ് തുറന്ന് അതിനകത്ത് പോയിട്ടാണ് ബില്ല് ചെയ്യുന്നത്. ഒരു മനുഷ്യനും ഇവിടെ ആരുമില്ല. ഇപ്പം ബില്ല് ചെയ്യാണ്ട് വണ്ടി എടുത്ത് പോയാലോ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ പറയുക, നമ്മൾ ഒരു വാട്ടർഫോൾസിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും ഒട്ടുമിക്ക സ്ഥലത്തും നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെടുത്തിട്ട് അതിനകത്ത് ഒരു ലേഡി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മൾ പോയിട്ട് ബില്ല് ചെയ്യുക. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റൂള് കേട്ടോ. കനോൺ വാക്ക് ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുകയാണ്. അതിനകത്തൊക്കെ കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസും ഭയങ്കര തണുപ്പും ഒക്കെ ആയിട്ടല്ലേ. ഇന്നലെ ശരിക്കും നമ്മൾ ഇന്നലെ ശരിക്കും അത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഒഴിവാക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിലുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ അത് മസ്റ്റ് വിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് മിസ് ചെയ്യാണ്ട് പോയി കണ്ടിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇനി എങ്ങോട്ട് വെക്കും? ഇനി നമ്മള് പിന്നെ അതേപോലെ തന്നെ ഒരു കനോൺവാക്ക് അതിന്റെ അടുത്തുണ്ടായിരുന്നു, സോഹൻലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഇതുമായിട്ട് സിമിലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ പോന്നെ. ഇത് ഏകദേശം ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഒഴിവാക്കി. നമ്മളിവിടെ ഒരു ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ, ആ ടൗണിലൊക്കെ നമ്മളുള്ളത്. അപ്പൊ ഇവിടെ ഒരു സൂ ഉണ്ട്, പക്ഷെ അത് വലിയൊരു സൂ എന്നല്ല, ഒരു ചെറിയ സൂ ആണ്. പിന്നെ ഈ ബ്രെയിൻസിലൊരു നദി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടൗണിലൊക്കെ ഒന്ന് പോയൊക്കെ ചെറിയ വലിയ ഷോപ്പിംഗ് അങ്ങോട്ടൊക്കെ പറ്റുന്നുണ്ട്. ബ്രെയിൻസ് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് ഒരു എന്താ പറയുക വലിയ ടൗണിലാണ് പോയിട്ടുണ്ടായിരുന്നത്, സൂറിച്ചിൽ. അപ്പോൾ ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗൺ ആണ്. അപ്പോൾ അവിടെ ഒന്ന് പോവാം, നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതുപോലെ സൂ ഉണ്ട്, പിള്ളേർക്ക് അവർ സൂ വേണമെന്ന് പറയുന്നുണ്ട്. വലിയ സൂ ഒന്നുമല്ല, ഒരു കുഞ്ഞു സൂ ആണ്. പിന്നെ ബ്രെയിൻസിൽ നിന്ന് ഒരു ഫേമസ് ട്രെയിൻ പോകുന്നുണ്ട്, റോത്തൺബഹർ എന്ന് പറഞ്ഞിട്ട്, മലയുടെ മുകൾക്ക്. അത് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട്. അത് നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ എയർ ട്രെയിനാണ്. അതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിൻ പോകുമ്പോൾ ഈ ബ്രെയിൻസിലെ നദിയുണ്ട്, ടൗണിൻ്റെ ഒരു ടോപ്പ് വ്യൂ അല്ല, നമുക്ക് അടിപൊളി വ്യൂ ആണ്. പക്ഷെ നമ്മളിങ്ങനത്തെ ഈ മൗണ്ടൻ കേബിൾ കാർ ഇതൊക്കെ കുറേ ചെയ്തുകൊണ്ട് നമുക്കത് പോകണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ മെയിനായിട്ട് സ്വിറ്റ്സർലാൻഡിലെ കേബിൾ കാർ, കുറെ മൗണ്ടൻ ആക്ടിവിറ്റി, ഇത് ഒന്ന് സ്നോ മെയിൻ ഹൈക്കിങ്, സ്നോ ഉള്ള സമയത്ത് സ്കീയിങ്, അതൊക്കെയാണ് സ്വിറ്റ്സർലാൻഡിലെ മെയിൻ പരിപാടി. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ മെയിനായിട്ട് കൺട്രി സൈഡ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൺട്രി സൈഡൊക്കെ വാക്ക് ചെയ്ത് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാണ് ബ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൗൺ കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ബ്രെയിൻസ് പണി പാളി ഗൈസ്. ബ്രെയിൻസിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡ് ക്ലോസ് ആണ്. അവിടെ എന്തോ പണി നടക്കുന്നില്ല. അപ്പം അവിടെ ആകെ പൊളിച്ച് വെള്ളത്തിലൊക്കെ എന്തോ പാലത്തിന്റെ പണി നടക്കുക. പിന്നെ നമ്മളെ ക്യാമ്പർമാൻ ഇവിടെ പാർക്കിംഗ് അലൗഡ് അല്ല. അപ്പോൾ ബ്രെയിൻസ് ഓൾമോസ്റ്റ് പാളി. കുറച്ച് അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയോക്കട്ടാ. നമുക്ക് ബ്രെയിൻസ് സിറ്റിയിൽ നമുക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടാ. ഫൈനലി പാർക്കിംഗ് കിട്ടി. നമ്മളിവിടെ വാ എന്താ ഭംഗി, മാഷാല്ലാ. വാവ്, എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. നല്ല ബ്ലൂ കളറ് വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബ്ലൂ വാട്ടറുള്ള ഈ ലേക്കാണ് ബ്രെയിൻസ് ലേക്ക്. ഈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് സിറ്റിയിലുള്ള ഒരു ലേക്കാണ് കേട്ടോ. ഇവിടെ ഷോറിൽ കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റീസും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ട് ഈ ഒരു ഷോറിന്ന്, ഇൻ്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്കൊക്കെ കേട്ടോ.
അപ്പോൾ ബ്രെയിൻസ് മുതൽ ഇൻ്റർലേക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി വരെ ഏകദേശം 14 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ലേക്കാണ് ഈ ബ്രെയിൻസ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ്റർലേക്കൻ സ്വിറ്റ്സർലാൻഡിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിലൊരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ഇൻ്റർലേക്കൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർലേക്കണിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഏകദേശം 2 കിലോമീറ്റർ ഉയരമുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലേക്കാണ് ഈ ഒരു ബ്രെയിൻസ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കനോൺ വാക്കിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇവിടെയാണ് കൂടിച്ചേരുന്നത് കേട്ടോ. നല്ല ആഴമുണ്ട് ഇതിന്. 260 മീറ്ററാണ് ഈ ഒരു ലേക്കിൻ്റെ ആഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഡെപ്ത് ഉണ്ട്. ഇതെന്താ പുതിയൊരു കളി? ഇത് സ്വിറ്റ്സർലാൻഡിലെ കോട്ടിക്കളി. നമ്മൾ നാട്ടിലെ കോട്ടി കളിക്കില്ല, ഇവിടുത്തെ വേർഷനാണ്. സ്വിറ്റ്സർലാൻഡ് ആയിട്ട് കുറച്ച് എക്സ്പെൻസീവ് കളിയാണല്ലേ. തിരിക്കടാ തിരിക്കടാ, എൻ്റെ സൈഡ് താഴ്ത്ത്. ഓക്കെ, അതാ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇൻ്റർലേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റി. അവിടേക്ക് ഇവിടുന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഈ ഷോറിൽ ഇരുന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കാൻ ഇവർ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് നീറ്റ് പോകാൻ തോന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റുമാണ്. ഇന്ന് നല്ലൊരു വെതറാണ്. അടിപൊളിയാണ് കേട്ടോ. ബ്രെയിൻസ് റിവറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ആ ഒരു വാക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് നമുക്ക് കുറേ അത്ര സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടുന്ന് നീറ്റ് പോരാൻ തോന്നുന്നില്ല. നല്ല അവിടെ കുറേ ചെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിവർക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ്. അപ്പോൾ ഇനി നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 വില്ലേജിലേക്കാണ് പോകുന്നത്. ഗ്ലിൻഡർവാർഡും ലൗട്ടർബ്രാണും. എനിക്ക് എൻ്റെ വായലത് വരില്ല ശരിക്കും കിട്ടും. എന്താ ലോക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത്? ലൗട്ടർബ്രാണൻ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവിടുത്തെ ഓരോ പേരുകൾ പ്രൊനൗൺസ് ചെയ്യാൻ. ഇവർക്ക് ഈസി ആയിരിക്കും, നമുക്ക് അല്ലേ. അപ്പോൾ അതിൽ ഗ്ലിൻഡർവാർഡാണ്. എന്താണ് എവിടേക്കാണ് പോണിപ്പോ? ഗ്ലിൻഡർവാർഡാണ്. ഗ്ലിൻഡർവാൾഡും ലൗട്ടർബ്രാണനും. ഇപ്പൊ നമ്മള് പോണ ഗ്ലിൻഡർവാർഡിക്കില്ല, ലൗട്ടർബ്രാണനിക്കാണ് ഇപ്പൊ നമ്മൾ പോണത്. ലൗട്ടർബ്രാണനിൽ വാട്ടർഫോൾസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പോണ ലൗട്ടർബ്രാണനിക്കാണ്. അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ഫസ്റ്റ് കാണാൻ. അപ്പൊ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഇന്നലത്തെ കുറച്ച് ചോറുണ്ട് പിള്ളേർക്ക്. നമുക്ക് എന്താ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഈസി. അപ്പോൾ ഗോതമ്പ് നുറുക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് നുറുക്കുകൾ കൊണ്ടുള്ള ഒരു ഉപ്മാവാണ് നമ്മളെ ലഞ്ച് ഇൻഷാല്ലാ. അപ്പോൾ പകുതിയിൽ നിർത്തിയിട്ട് നമുക്ക് ആദ്യം ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അത് കഴിച്ചിട്ട് പിന്നെ നേരെ വാട്ടർഫോൾസിലേക്ക് പോകണം. അപ്പോൾ ഇനി സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിലെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ആ ബോർഡ് ഓൾമോസ്റ്റ് കണ്ട്. ഗ്രിൻഡൽവാർഡ് ലൗട്ടർബ്രാണൻ. ഫൈനലി ഞാൻ പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു കേട്ടോ. അപ്പം സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജുകളാണ് ഗ്രിൻഡൽവാർഡും ലൗട്ടർബ്രാണനും. ഈ സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 വില്ലേജുകളാണ്, 2 ഗ്രാമങ്ങളാണിത്. അപ്പം നമ്മൾ പൊതുവേ സ്വിറ്റ്സർലാൻഡിലെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കാണുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ കുറേ എന്താ പറയുക, ഗ്രാമീണ പ്രദേശങ്ങളായിട്ടുള്ള കുറേ കൺട്രി സൈഡ് സ്ഥലങ്ങൾ കൂടെ ഗ്രാമപ്രദേശങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ 2 ഗ്രാമപ്രദേശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള 2 വില്ലേജുകൾ ഉണ്ടെങ്കിൽ ലോകത്തുണ്ടെങ്കിൽ അതാണ് ഈ ഗ്രിൻഡൽവാൾഡും ലൗട്ടർബ്രണ്ണനും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം ഭംഗിയുണ്ട് ആ 2 സ്ഥലങ്ങളെന്ന്. സ്വിറ്റ്സർലാൻഡിലെ ഓരോ സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഭംഗിയാണ്. അപ്പോൾ ഇതിനേക്കാൾ ഭംഗിയുള്ള 2 സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ആ 2 സ്ഥലങ്ങളും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രിൻഡൽവാൾഡും ലൗട്ടർബ്രണ്ണനും നമ്മൾ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.